വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റൈറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് എന്നുള്ള ഭാഗം നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടക്ക സംഖ്യയെ എങ്ങനെ പ്രൈം ഫാക്ടേഴ്സ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കിയിരുന്നു. അതുപോലെ നമുക്ക് മൂന്നക്ക സംഖ്യയെ എങ്ങനെ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കാം. നോക്കിക്കോളൂ. പേജ് നമ്പർ 121, പേജ് നമ്പർ 121 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇതെല്ലാം മൂന്നക്ക സംഖ്യകളാണ്, 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അതില് ഫസ്റ്റ് വൺ 145. അപ്പോൾ പ്രൈം നമ്പേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് പ്രൈം നമ്പർ ഏതാ? 2 ആണ്. അപ്പൊ 2 എടുക്കാൻ സാധിച്ചില്ലെങ്കിലാണ് നെക്സ്റ്റ് പ്രൈം നമ്പർ എടുക്കേണ്ടത്. 145 എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ വൺസ് പ്ലേസിൽ അവസാനത്തെ അക്കം 5 ആണ് അല്ലേ. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കില്ല. അപ്പോൾ 2 സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? 3 നോക്കണം. 3 നോക്കാം. എങ്ങനെ? എന്ത് ചെയ്യണം? സം ഓഫ് ദ നമ്പേഴ്സ്, സം ഓഫ് ദ ഡിജിറ്റ്സ്, അതായത് 1 + 4 + 5 ചെയ്യണം. 1 + 4 + 5 എത്രയാണ്? 10 ആണ്. 10 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നില്ല. അപ്പൊ നമുക്ക് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. 3 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 5 ആണ്. അപ്പൊ 5 കൊണ്ട് പോകാൻ സാധിക്കുമെന്ന് എങ്ങനെയാ നോക്കുക? വൺസിന്റെ പ്ലേസിൽ 5 ആണ് അല്ലേ. അപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്ത് ചെയ്യണം? 5 എടുക്കാം. നേരത്തെ ചെയ്ത പോലെ എഴുതണമെന്നില്ല, ഈ രീതിയിൽ എഴുതിയാലും നമുക്ക് ചെയ്യാം. നേരത്തെ നമ്മള് സംഖ്യാമാല പോലെ എഴുതിയിരുന്നു, അതുപോലെ എഴുതണമെന്നില്ല, ഇതുപോലെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പൊ 145ന് 5 കൊണ്ട് ഇങ്ങനെ ഒരു ലൈൻ ഇട്ടിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് സാധാരണ പോലെ ഡിവൈഡ് ചെയ്യാം. 145 ഡിവൈഡഡ് ബൈ 5 അല്ലേ. അപ്പൊ ആദ്യം 14 ആണ് വരുന്നത്. 14ൽ 5 എത്ര പ്രാവശ്യം പോവും? 2 ടൈംസ് പോവും. 2 × 5 10. ബാക്കി വരുന്നത് മൈനസ് ചെയ്യുമ്പോൾ 4 വരുന്നു. 5 ഇറക്കി എഴുതി. ഈ 45ൽ 5 9 ടൈംസ് 9 × 5 45. ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റും ചെയ്യാം. ഡയറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് 29 ആണ് ഇവിടെ വന്നത്. അപ്പോ 29 എന്ത് നമ്പറാണ്? 2 പോവില്ല, 3 പോവില്ല, 4 ഏത് നമ്പറും പോവില്ല. അപ്പൊ അതൊരു പ്രൈം നമ്പർ ആണ് 29. നമ്മൾ 20 വരെയുള്ള പ്രൈം നമ്പർ എഴുതിയിരുന്നുള്ളൂ. അതിൽ ടെക്സ്റ്റിൽ സൈഡിൽ എങ്ങനെയാണ് പ്രൈം നമ്പേഴ്സ് കാണുക എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് എല്ലാവരും വായിച്ചു നോക്കണം. ഒരു ഗെയിമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ 29 നോക്കുകയാണെങ്കിൽ ഒരു പ്രൈം നമ്പർ ആണ്. അപ്പോൾ പ്രൈം നമ്പർ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ 145 എന്ന് പറയുമ്പോൾ 29 × 5 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 210 210 ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതിലെ 210ന്റെ അവസാനത്തെ അക്കം വൺസ് പ്ലേസിലെ അക്കം ഏതാണ്? 0 ആണ്. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനെ ഇങ്ങനെ എഴുതി ഒരു ലൈൻ ഇട്ടു, ഇവിടെ 2 എഴുതി. ആദ്യത്തെ രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇതാണ് കുറച്ചുകൂടി കംഫർട്ട് ചെയ്യാം. അപ്പൊ ഈ രീതി ചെയ്തു എന്ന് മാത്രം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എത്ര പ്രാവശ്യം പോകും? 1 ടൈം പോകും അല്ലേ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്പർ നേരിട്ട് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് നമ്പർ 1 ആണ്. 1ൽ 2 പോകുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? 0 ഇടണം. 0 2. ഇനി അടുത്ത അക്കം ഇത് ഒരുമിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ 10 ആയി. 10ൽ 2 എത്ര പ്രാവശ്യം പോകും? 5 ടൈംസ്. 5 എഴുതി. അങ്ങനെ 105 ആയി. ഇനി ഇവിടെ 5 ആണ്. അപ്പൊ 2 പോവില്ല. ഇനി 3 പോവാൻ നോക്കാൻ 1 + 5 ചെയ്യുമ്പോൾ 6 ആണ് കിട്ടുന്നത്. അപ്പൊ 3 പോയി. അപ്പൊ 3 ഇവിടെ എഴുതി. 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ നമ്പർ 1ൽ പോവില്ല. അപ്പൊ 10 എടുത്തു. 10ൽ 3 എത്ര പ്രാവശ്യമാണ് പോവാ? 3 ടൈംസ് അല്ലേ. 3 താഴെ എഴുതി അല്ലേ. അപ്പൊ അവിടെ 3 കഴിഞ്ഞപ്പോ 3 × 3 9 ആണ് അല്ലേ. ആ 9ന്റെ ഒരു ബാക്കി 1 ഉണ്ട്, അത് ഇവിടെ നമ്മൾ ചേർക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ 15 ആവും. 15ൽ 3 എത്ര പ്രാവശ്യമാണ് പോവാ? 5. അപ്പൊ 35 വന്നു. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സാധാരണ രീതി ചെയ്യാവുന്നതാണ്. അപ്പൊ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്, ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസിയാണ്. ഇനി 35 കിട്ടി. ഇനി 35ൽ പോകുന്ന നമ്പർ 3 പോവില്ല. 3 + 5 8 ആണ് അല്ലേ. അപ്പൊ 5 തന്നെ പോകും. 5 7 ടൈംസ്. അപ്പൊ എങ്ങനെ എഴുതാം?
210 2 into 3 into 5 into 7. 7 എന്ത് നമ്പറാ? അഭാജ്യ സംഖ്യയാണ്, പ്രൈം നമ്പർ ആണ്. അതുകൊണ്ട് നമുക്ക് ഡിവിഷൻ നിർത്താം. ഇത് ഇൻറ്റു ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 210 കിട്ടും. മൂന്നാമത്തെ നമ്പർ 100 100. അതിനെ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ 5 വരുന്നു. 0 ഇറക്കി എഴുതുന്നു. അതുപോലെ തന്നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5ൽ 2 ടൈംസ് പോകും. 2 into 2 4. ബാക്കി ഒന്നുണ്ട്, അത് ഇതിന്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ ഇവിടെ 10 വരും. 10ൽ 2 5 ടൈംസ്. 5 into 2 10. അപ്പോൾ 25 ആയി. 25നെ നമുക്ക് 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുക. 5 ടൈംസ്. 5 ഒന്നും നമുക്ക് നിർത്താം. അപ്പം എങ്ങനെ എഴുതാം? 100നെ 2 into 2 into 5 into 5 എന്ന് എഴുതി. ഇതുപോലെ എഴുതുന്നതിനെയാണ് എന്ത് പറയുക? റൈറ്റ് പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. അഭാജ്യ സംഖ്യയുടെ ഗുണിതമായിട്ട് എഴുതുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത നമ്പർ ആണ് 168. 168. 168ന്റെ വൺസിന്റെ പ്ലേസിലെ നമ്പർ 8 ആണ്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 2 എഴുതി. 16ൽ 2 8 ടൈംസ് പോയി. 8ൽ 2 4 ടൈംസ് പോയി. വീണ്ടും 2 പോവും. അപ്പോൾ 4 8ൽ 2 4 ടൈംസ്. 4ൽ 2 2 ടൈംസ്. വീണ്ടും 2 പോകും. അപ്പോൾ 4ൽ 2 2 ടൈംസ്. 2ൽ 2 1 ടൈം. 1 ആണ് അല്ലേ? അപ്പോൾ 3 നിങ്ങൾക്ക് എന്ത് പൂലിയ? 2 പൂലിയ. അപ്പോൾ നമുക്ക് 3 പറ്റുമോ നോക്കാം. 2 + 1 3 അല്ലേ? 3ൽ പൂലിയേ. 3 എഴുതി. 7 ടൈംസ്. 7 പ്രൈം നമ്പർ ആയതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 168 എങ്ങനെ എഴുതാം? 2 into 2 into 2 into 3 into 7. അടുത്തത് 225. ഇവിടെ നമുക്ക് 2 പോവില്ല എന്ന് മനസ്സിലായി അല്ലേ? അപ്പൊ 5 പോകുന്നു നമുക്കറിയാം. അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് നോക്കണം? 3 പോകുമോ എന്ന് നോക്കിയിട്ട് വേണം 5ലേക്ക് പോകാൻ. അപ്പോൾ 2 + 2 4. 4 + 5 9. 9 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉള്ളതുകൊണ്ട് നമുക്ക് 3 ആദ്യം പോകും അല്ലേ? അപ്പൊ 3 ഇവിടെ എഴുതി. ഇനി 22ൽ 3 എത്ര ടൈംസ് ആണ് പോകുക? 7 ടൈംസ്. 7 into 3 21. ബാക്കി 1 ഈ 5ന്റെ കൂടെ ചേർക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ 15 ആയി. 15ൽ 3 5 ടൈംസ്. ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. അടുത്തത് 75ൽ 3 തന്നെയാണ് പോകുക. അപ്പോൾ 7ൽ 3 2 ടൈംസ്. ബാക്കി 1. 15ൽ 3 5 ടൈംസ്. 25 ആയി. 25ൽ വീണ്ടും 5 ആണ് പോകുക. അപ്പോൾ 5 അല്ലേ? ഇനി അടുത്ത നമ്പർ 6ാമത്തെ ക്വസ്റ്റ്യൻ 288. 288. ഇതിനെ നമുക്ക് 2 പോവും അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2ൽ 2 1 ടൈംസ്. 8ൽ 4 ടൈംസ് 4 ടൈംസ്. വീണ്ടും 2 7ൽ 2 വരും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണ്? ഈ നമ്പറിന്റെ ജസ്റ്റ് പകുതിയാണ്, ഹാഫ് ആണ് ഇവിടെ വരിക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 144ന്റെ പകുതിയാണ് 72. 288ന്റെ പകുതിയാണ് 144. അതുപോലെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ 72ന്റെ പകുതിയാണ് 36. പകുതി എടുത്ത് എഴുതിയാൽ മതി. 36ന്റെ പകുതിയാണ് 18 അല്ലേ? വീണ്ടും 2 പോയി. അപ്പോൾ 18ന്റെ പകുതി 9. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. ഏത് നമ്പറാണോ അതിന്റെ പകുതിയാണ് നമുക്ക് ഇവിടെ താഴെ വരിക. ഇനി 9ൽ 2 പോവില്ല. അപ്പൊ 3 പോകും. 3 ടൈംസ്. നിർത്താം. അപ്പൊ എന്ത് എഴുതാം? 2 എത്ര ടൈംസ് വരുന്നുണ്ട്? 5 ടൈംസ് 2 വരുന്നുണ്ട്. 2 3യും വരുന്നുണ്ട്. അപ്പൊ നേരിട്ട് ചെയ്യാൻ പറ്റുന്നവര് അതുപോലെ ശ്രമിച്ചു നോക്കാനാത്തവര് നേരെ ഇട്ട് ഡിവൈഡ് ചെയ്ത് നോക്കി മനസ്സിലാക്കിയിട്ട് എഴുതിയെടുക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അടുത്തതായിട്ട് ഹയസ്റ്റ് കോമൺ ഫാക്ടർ അഥവാ വൻ പൊതുഘടകം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ചിരുന്നു ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പഠിച്ചിരുന്നു അല്ലെ? എന്താണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ? നമ്മൾ 2 സംഖ്യകളുടെ ഗുണിതങ്ങൾ എഴുതി അവയിൽ നിന്ന് കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ അല്ലെ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാല് അതേപോലെ തന്നെ നമുക്ക് വൻ പൊതുഘടകം അഥവാ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്താണെന്ന് നോക്കാം. അതിന് 2 എക്സാമ്പിൾ, ഒരു എക്സാമ്പിളിൽ കൂടെ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം. ആദ്യം 12ഉം 16ഉം ആണ്. ഫൈൻഡ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ്
12 ആൻഡ് 16 രണ്ട് നമ്പർ തന്നിട്ടുണ്ട്. അതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കാണും. അപ്പൊ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? 12 എന്നുള്ള നമ്പറിനെ നമുക്ക് സാധാരണ പോലെ തന്നെ ഫാക്ടേഴ്സ് ആക്കി മാറ്റാം. പ്രൈം നമ്പേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ട് ഫാക്ടേഴ്സ് ആക്കി മാറ്റാം. അപ്പൊ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 2 എഴുതി, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 എഴുതി, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പൊ 3 വരും. അപ്പൊ കഴിഞ്ഞു. അപ്പൊ 12 എന്ന് പറയുമ്പോൾ 2 × 2 × 3 എന്ന് എഴുതി. അപ്പോൾ 12ന്റെ കഴിഞ്ഞു. ഇനി 16 എടുക്കാം. 16 എന്ന് പറയുമ്പോൾ വീണ്ടും 2 എടുത്തു. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 വന്നു, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 വന്നു, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വന്നു. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ എത്ര ടൈംസ് വന്നു? 4 ടൈംസ് വന്നു. 16 എന്നതിനെ 2 × 2 × 2 × 2 എന്ന് എഴുതി അല്ലേ? ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്യുകയാണ്. അതായത് ഇവിടെ 2 വരണം, ഇവിടെ 2 വരണം, പെയറായിട്ട് വരണം. രണ്ട് സ്ഥലത്തും 2 വരുമ്പോൾ അതിനെ ഇതുപോലെ നമ്മൾ ഒന്ന് സർക്കിളിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അപ്പൊ അതിനെ വീണ്ടും അതിനെ പെയറാക്കി കൊടുത്തു. ഇനി ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഇല്ല, അപ്പൊ അതിനെ പെയറാക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ 2 ഉണ്ട്, അവിടെ 2 ഇല്ല, അപ്പൊ അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? പെയറാക്കാൻ പറ്റില്ല. പെയറാക്കണം. അപ്പൊ ഇനി നമുക്ക് പെയറാക്കാവുന്ന നമ്പർ വരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അതിനെ നമ്മൾ ഷോർട്ടായിട്ട് HCF എന്ന് പറയാം. ഹയസ്റ്റ് H കോമൺ ഫാക്ടർ HCF എന്ന് പറയാം. അഥവാ വൻ പൊതുഘടകം എന്ന് പറയുമ്പോൾ ഈ പെയറിൽ നിന്ന്, പെയറാക്കിയത് മനസ്സിലായല്ലോ, അതിൽ നിന്ന് ഒരു 2 എടുക്കുക. ഒരു 2 എടുത്തു, 2 എഴുതി. അതുപോലെ തന്നെ അടുത്ത പെയർ, നെക്സ്റ്റ് പെയറിൽ നിന്നും ഒരു 2 എടുക്കുക. അപ്പൊ 2 ഇൻറ്റു ആണ് ഇടയിൽ ഇടേണ്ട ക്രിയ. അപ്പൊ 2 × 2 എന്ന് എഴുതി. 2 × 2 എത്രയാണ്? 4 ആണ്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിന്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? 4 ആണ്. ഒരു എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞൊന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. അടുത്തതായിട്ട് നമുക്ക് പേജ് നമ്പർ 123 123 കുറച്ച് ഹയസ്റ്റ് കോമൺ ഫാക്ടേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യം വരുന്നത് 2820 ആണ്. 28ന്റെയും 20ന്റെയും വൻ പൊതുഘടകം കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 28നെ ഫാക്ടേഴ്സ് ആക്കി മാറ്റി അല്ലെ? പ്രൈം നമ്പേഴ്സ്, അഭാജ്യ ഘടകങ്ങൾ മാത്രം വരുന്ന, സംഖ്യകൾ മാത്രം വരുന്ന ഘടകങ്ങളാക്കി മാറ്റുകയാണ്. 28 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും, അപ്പൊ 14 വരുന്നു. വീണ്ടും 2 ഡിവൈഡ് ചെയ്യുന്നു, അപ്പൊ 7 വരുന്നു. 28നെ 2 × 2 × 7 എന്ന് എഴുതി. അടുത്ത നമ്പർ 20 എങ്ങനെ ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 10 വരുന്നു. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 5 വരുന്നു. അപ്പോൾ 2 × 2 × 5 എന്ന് എഴുതി. ഇനി എന്താണ് ചെയ്യേണ്ടത്? രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ജോഡികൾ സെലക്ട് ചെയ്യണം. അതായത് ഇവിടെ 2 വരുന്നുണ്ട്, ഇവിടെ 2 വരുന്നുണ്ട്, അപ്പൊ അതൊന്ന് റൗണ്ട് ചെയ്തു. വീണ്ടും ഇവിടെ 2 വരുന്നുണ്ട്, ഇവിടെ 2 വരുന്നുണ്ട്, അതും റൗണ്ട് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് കോമൺ ആയിട്ട്, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നില്ല. ഇപ്പൊ 2 ജോഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? ഇനി അതിൽ നിന്ന് ഓരോ 2 എടുക്കണം. ഒരു ജോഡി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2, 2 2ൽ നിന്ന് ഒരു 2 ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഹയസ്റ്റ് കോമൺ ഫാക്ടർ വൻ പൊതുഘടകം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു 2 എടുത്തു, ഇൻറ്റു ഇവിടെ നിന്ന് ഒരു 2 എടുത്തു, അതായത് 4 വന്നു. അടുത്ത ക്വസ്റ്റ്യൻ 1525 ആണ്. അപ്പൊ 15ന്റെ ഫാക്ടേഴ്സ് കാണണം. 3 × 5, 5ന്റെ ഫാക്ടേഴ്സ് 5 × 5. അതിനെ ഇതുപോലെ എഴുതി, പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആക്കി എഴുതി. വീണ്ടും കോമൺ ആയിട്ട് വരുന്ന ജോഡി 5 ആണ് അല്ലെ? ഒരു 5 മാത്രമേ ഉള്ളൂ. അപ്പോ വൻ പൊതുഘടകം എന്തായിരിക്കും? 5. അടുത്ത നമ്പർ 2836 ആണ്. 28നെ ഫാക്ടേഴ്സ് ആക്കുമ്പോൾ എന്താണ് കിട്ടുക? 2 × 2 × 7 എന്ന് കിട്ടി. 36നെ ഫാക്ടേഴ്സ് ആക്കുമ്പോൾ എന്താണ് കിട്ടിയത്? 2 × 2 × 3 × 3. ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനൊക്കെ, സ്പീഡിൽ ചെയ്യാനൊക്കെ സാധിക്കും. എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്യും കേട്ടോ. എന്നിട്ട് എന്ത് വേണം? ഇതിനെ വീണ്ടും ജോഡികളാക്കണം. ഇവിടെയും 2 ഉണ്ട്, ഒരു ജോഡിയാക്കി. ഇവിടെയും 2 ഉണ്ട്, ഒരു ജോഡിയാക്കി. അപ്പൊ 2 2 കിട്ടി. പിന്നെ ജോഡി നമുക്ക് ഇല്ല. 3 ഇവിടെ ഉണ്ട്, അവിടെ ഇല്ല. 7 ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല അല്ലേ? അപ്പൊ 2 ജോഡി ഉണ്ട്. 2ൽ നിന്നും ഓരോ 2 എടുക്കാം. 2 × 2 4 എന്ന് കിട്ടി. ഹയസ്റ്റ് കോമൺ ഫാക്ടർ 4 ആണ്. അടുത്ത നമ്പർ 3645 ആണ്.
ഒരു 36 നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് അതിനെ 2 × 2 × 3 × 3 എന്ന് എഴുതി. 45നെ വീണ്ടും ചെയ്യുമ്പോൾ 3 കിട്ടും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 15 ടൈംസ് വീണ്ടും 3 5 ടൈംസ്. അപ്പോൾ 3 × 3 × 5 എന്ന് വന്നു. ജോഡികളാക്കുമ്പോൾ ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, 2 ജോഡി കിട്ടി അല്ലേ? 3യുടെ 2 ജോഡിയാണ് നമുക്ക് കിട്ടിയത്. 2 3 നമുക്ക് എടുക്കാം. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 3 × 3 9. നിങ്ങൾ ഇത് ഒരെണ്ണം ടീച്ചർ തന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാം ഒരെണ്ണം മാത്രം എക്സാമ്പിൾ ചെയ്താൽ മതി. പിന്നീടുള്ളതൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തിട്ട് ആൻസർ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ജോസ് ഈസ് മെഷറിംഗ് ഔട്ട് കോക്കനട്ട് ഓയിൽ ടു സിയാദ് ആൻഡ് മീര. സിയാദ് നീഡ് 12 liters of oil and Meera 16 liters. Jose has jars to measure out various quantities. What is the largest jar he can use for both സിയാദ് and മീര? അതായത് ജോസ് വെളിച്ചെണ്ണ അളന്ന് നൽകുകയാണ്. സിയാദിന് 12 ലിറ്ററും മീരയ്ക്ക് 16 ലിറ്ററും വെളിച്ചെണ്ണ വേണം. ജോസിന്റെ കയ്യിൽ എല്ലാ അളവുകൾ അളക്കാൻ കഴിയുന്ന പാത്രങ്ങളുണ്ട്. 2 പേർക്കും അളന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പാത്രം ഏത്? അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഏറ്റവും വലിയ പാത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2 പേർക്കും അളക്കാൻ കഴിയുന്ന വലിയ പാത്രം എന്ന് പറഞ്ഞാല് എന്താണ് നമ്മൾക്ക് മനസ്സിലേക്ക് വരേണ്ടത്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഏറ്റവും വലിയ ഘടകം അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ലൈറ്റ്, ഗ്രീൻ ലൈറ്റ് ബ്ലൂ ലൈറ്റിന്റെ പറഞ്ഞിരുന്നു. അത് ഏറ്റവും ചെറിയ സമയം കൊണ്ട് ഏതാണ് 2 ലൈറ്റും എങ്ങനെയാണ് ഒരുമിച്ച് കത്തുകയാണെന്ന് ചോദിച്ചത് അല്ലേ? കുറവ് സമയം പറയുകയാണെങ്കിൽ അത് LCM ആയിരിക്കും. ഏറ്റവും വലിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, വലിയ പാത്രം കോമൺ ആയിട്ട് വരുന്നത് പറയുകയാണെങ്കിൽ അത് HCF അഥവാ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, വൻ പൊതുഘടകം ആയിരിക്കും. നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി? 16ന്റെയും അതുപോലെ തന്നെ 12ന്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടെത്തിയാൽ മതി. ആദ്യം നമുക്ക് 12ന്റെ ഫാക്ടേഴ്സ് എഴുതാം. 12നെ ഇതുപോലെ ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് 2 × 2 × 3 എന്ന് കിട്ടി. 16നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 4 ടൈംസ് കിട്ടി. വീണ്ടും നമ്മൾ അതിനെ ജോഡികളാക്കുമ്പോൾ 2 ജോഡികൾ നമുക്ക് കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഓരോ 2 എടുക്കുമ്പോൾ നമുക്ക് 2 × 2 4 കിട്ടി. അപ്പൊ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അഥവാ വൻ പൊതുഘടകം 4 ആണ്. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് ജാർ can use for both സിയാദ് and മീര. 2 പേർക്കും സിയാദിനും മീരയ്ക്കും അളക്കാൻ കഴിയുന്ന വലിയ പാത്രം എത്ര ലിറ്ററിന്റെ ആയിരിക്കും? 4 ലിറ്ററിന്റെ പാത്രം എടുത്തു കഴിഞ്ഞാൽ 2 പേർക്കും അളക്കാൻ സാധിക്കും. അപ്പോൾ 12ന്റെയും 16ന്റെയും ഘടകല്ലേ 4. അതിലും വലിയ പാത്രം നമുക്ക് ഇതിൽ നിന്ന് കിട്ടില്ല. അപ്പൊ അത് എഴുതിയെടുത്തോ, ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഓരോ നമ്പറിന്റെയും 5 മൾട്ടിപ്പിൾസ്, ഓരോ സംഖ്യകളുടെയും 5 വീതം ഗുണിതങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ 5 നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഗുണിതങ്ങൾ എങ്ങനെയാണ് കാണുക? 32 ആണ് ആദ്യത്തെ നമ്പർ. 32ന്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ, ആദ്യത്തെ ഗുണിതം 32 തന്നെയായിരിക്കും. രണ്ടാമത്തെ ഗുണിതം കിട്ടാനായിട്ട് 32 × 2 ചെയ്യുക, അല്ലെങ്കിൽ 32 കിട്ടിയിട്ടുണ്ട് പ്ലസ് 32 കൂടി ആഡ് ചെയ്താൽ മതി. 2 തരത്തിൽ നമുക്ക് ചെയ്യാം. 32 × 2 64 വന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ഗുണിതം എങ്ങനെയാ കിട്ടുക? 32 × 3, മൂന്നാമത്തെ ഗുണിതം 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അല്ലെങ്കിൽ 64ന്റെ കൂടെ വീണ്ടും എന്ത് ചെയ്താൽ മതി? 32 32 കൂട്ടിയാൽ മതി. ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗുണിതം എഴുതാം. ഒന്നിലോ കൂട്ടിയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇപ്പോൾ 5ാമത്തെ ആണെങ്കിൽ 32 × 5 5 എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഈ 128ന്റെ കൂടെ വീണ്ടും 32 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 160 കിട്ടും. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിൽ ഗുണിതം എഴുതാം. ആദ്യത്തെ 5 ഗുണിതമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ 23ന്റെ ആദ്യത്തെ 5 ഗുണിതമാണ് 23 46 69 92 115. അതുപോലെ തന്നെ 55ന്റെ എഴുതിയിട്ടുണ്ട്, 60യുടെ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ 5 ഗുണിതങ്ങൾ എല്ലാ സംഖ്യകളുടെയും എഴുതിയിട്ടുണ്ട്. ഇതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. ഇനി നമുക്ക് അപ്പോൾ അത് ഹോംവർക്ക് നിങ്ങൾ ചെയ്യണം, ആൻസർ നിങ്ങൾക്ക് അയച്ചു തരാം.
ഇനി നമ്മൾ ഈ യൂണിറ്റിൽ ഏതൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? സംഖ്യകളുടെ ഗുണിതങ്ങൾ അഥവാ മൾട്ടിപ്പിൾസ്. പിന്നീട് എന്താ പഠിച്ചത്? ലഘു ചെറു പൊതുഗുണിതം അഥവാ LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതുപോലെ തന്നെ HCF എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ, വൻ പൊതുഘടകം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ യൂണിറ്റിൽ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ഇവ തമ്മിലുള്ള ബന്ധം നോക്കാം. അതായത് സംഖ്യാജോഡികൾ തന്നു കഴിഞ്ഞാല് ആ സംഖ്യാജോഡികളുടെ LCM അഥവാ ചെറു പൊതുഗുണിതം, അതുപോലെ വൻ പൊതുഘടകം അഥവാ HCF, അതുപോലെ തന്നെ ആ സംഖ്യകളുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. അപ്പൊ ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതും ഈ LCMഉം HCFഉം തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതെന്താണെന്ന് നമുക്ക് കണ്ടെത്താം. 2 ഉദാഹരണങ്ങളിലൂടെ നമുക്ക് നോക്കാം. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. 2 3 ഉദാഹരണങ്ങൾ എടുത്ത് ചെയ്യണം. ഞാനിവിടെ 2 ഉദാഹരണങ്ങളിലൂടെയാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കൂ. നമ്മളിവിടെ 2 ജോഡി സംഖ്യകൾ എടുത്തിട്ടുണ്ട്. അതായത് 1 2 3 അങ്ങനെ 3 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 2 ക്വസ്റ്റ്യനിലൂടെ ഞാനത് നിങ്ങൾക്ക് തെളിയിച്ചു തരാം. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ 10 12 10 12 ആണ്. ഇതിന്റെ ഏതൊക്കെയാണ് കാണേണ്ടത്? LCM കാണണം, അതുപോലെ തന്നെ HCF കാണണം, സംഖ്യകളുടെ ഗുണിതം പ്രോഡക്റ്റും കണ്ടുപിടിക്കണം. ആദ്യം LCM കാണാം. LCM എന്ന് പറഞ്ഞാല് മൾട്ടിപ്പിൾസ് അല്ലേ? 10ന്റെ മൾട്ടിപ്പിൾസ് എഴുതിയിരിക്കുന്നു, 12ന്റെ മൾട്ടിപ്പിൾസ് എഴുതിയിരിക്കുന്നു. ഇനി LCM പറഞ്ഞ എന്താണ്? രണ്ടിലും കോമൺ ആയിട്ട് പൊതുവായിട്ട് വരുന്ന ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ഏതാ? 60 60 രണ്ടിലും ആദ്യമായിട്ട് വരുന്നത്, കോമൺ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് 60 എന്ത്? ഈ 10 12 എന്നീ സംഖ്യകളുടെ LCM അഥവാ ചെറു പൊതുഗുണിതം. ഇനി നമുക്ക് HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ കാണാം. അത് സാധാരണ പോലെ 2ന്റെ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് ഫാക്ടേഴ്സ് ആക്കുന്നു. 10നെ ഫാക്ടർ ആക്കുമ്പോൾ 2 × 5, 12നെ ആക്കുമ്പോൾ 2 × 2 × 3 വന്നു. ഇനി കോമൺ ആയിട്ടുള്ള ജോഡികൾ ഏതാണ്? 2 മാത്രമേ കോമൺ ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ എന്താണ് HCF എന്ന് പറയുന്നത്? 2 തന്നെയാണ്. അപ്പോൾ LCM കിട്ടി, HCF കിട്ടി. ഇനി സംഖ്യകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഗുണിതങ്ങൾ എന്ന് പറയുന്നത് 10 × 12 അല്ലേ? അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ LCM × HCF എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടിയത്? 60 × 2, അതായത് 120 എന്ന് കിട്ടി. ഇനി 10 12 ആണ് നമ്മൾ എടുത്തിരുന്ന സംഖ്യകൾ. അത് തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് എന്തെന്നെയാണ് കിട്ടിയത്? 120 120 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ തമ്മിലുള്ള ബന്ധം എന്താണ്? പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഈക്വൽ ടു LCM × HCF അല്ലേ? അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇത് ഒരു ഉദാഹരണമാണ് ഇപ്പൊ ചെയ്തത്. മറ്റൊരു ഉദാഹരണം കൂടി എടുത്ത് നമുക്ക് അതൊന്ന് തെളിവാക്കാം. 16 40 അടുത്ത സെറ്റ് നമ്പേഴ്സ്. 16ന്റെ LCM കാണുന്നു, അതായത് മൾട്ടിപ്പിൾസ് എഴുതി. അപ്പൊ 112 കിട്ടി. 14ന്റെ എഴുതി 112 കിട്ടി. അപ്പൊ LCM വരുന്നത് എന്താണ്? 112 ആണ്. ഇനി HCF കാണാനായിട്ട് ഘടകങ്ങളാക്കുന്നു. 16നെ ഫാക്ടേഴ്സ് ആക്കുമ്പോൾ എത്ര കിട്ടി? 4 2 × 2 അങ്ങനെ 4 പ്രാവശ്യം കിട്ടി. 14നെ ആക്കുമ്പോൾ 2 × 7 എന്ന് കിട്ടി. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഒരു ജോഡി 2 മാത്രം, 2 മാത്രമേ ഉള്ളൂ. അപ്പൊ HCF 2 തന്നെയാണ്. ഇനി ഈ LCM × HCF എന്ന് പറയുമ്പോൾ 112 × 2 112 × 2. അതെന്തിന് ഈക്വൽ ആവണം? 16 × 14 ഈക്വൽ ആവണം അല്ലേ? അപ്പോൾ 112 × 2 എന്ന് പറയുമ്പോൾ 224 ആണ്. അത് തന്നെയല്ലേ 16 × 14 എന്ന് പറയുമ്പോഴും? അത് തന്നെയാണ്, സെയിം ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു ജോഡി നമ്പർ ഒരു പെയർ നമ്പർ എടുക്കുകയാണെങ്കിൽ അതിന്റെ LCM × HCF എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് നമ്പേഴ്സ്, അതിന്റെ ഗുണിതത്തിന് തുല്യമാണ്. അതായത് ചെറു പൊതുഗുണിതം അതിനെ ഏതുകൊണ്ട്? വൻ പൊതുഘടകം കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് ആ സംഖ്യകളുടെ പ്രോഡക്റ്റ് ഗുണിതങ്ങളാണ് കിട്ടുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ചെറു പൊതുഗുണിതം × വൻ പൊതുഘടകം സമം സംഖ്യാജോഡികളുടെ ഗുണനഫലം.
ഇത് നിങ്ങൾക്ക് വലിയ ക്ലാസ്സുകളിൽ ഉപകാരപ്പെടും. അതുപോലെ ന്യൂ മാത്സ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, USS അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇതിലൊക്കെ ചോദിക്കാറുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും എഴുതിയെടുത്തോളൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലെ പുതിയ യൂണിറ്റ് ആയിട്ട് കാണാം.